ഒരു വമ്പൻ ടെസ്റ്റ് നടന്നിരിക്കുകയാണ്. ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അക്ബർ, ആര്യൻ, നെവിൻ ഇവര് മൂന്നുപേരും ടാസ്ക് ഒന്നുമില്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഏഴിന്റെ പണിയല്ലേ, അപ്പോൾ ഏഴിന്റെ പണി പിടിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് ഇവരെ മൂന്നുപേരെയും ക്യാപ്റ്റൻ ആക്കിയത്. പക്ഷേ ഈ ഏഴിന്റെ പണി കിട്ടിയിരിക്കുന്നത് അനുമോൾക്കാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അനുമോൾക്കെതിരെയുള്ള ഒരു വലിയ ഗ്യാങ് ആണ് അക്ബർ, ആര്യൻ, നെവിൻ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവര് മൂന്നുപേരും നല്ല പണി മെനഞ്ഞുണ്ടാക്കി അനുമോൾക്ക് കൊടുത്തു കഴിഞ്ഞു. ഒരു നിസ്സാര നിമിഷം കൊണ്ടാണ് ഈ പറഞ്ഞ ക്യാപ്റ്റൻസി ടാസ്ക് ഇല്ലാണ്ട് ഇവര് മൂന്നുപേരും ക്യാപ്റ്റൻ ആയതും അതിനുശേഷം ഇവര് മൂന്നുപേരും ഒന്നിച്ചു നിന്ന് ഓരോ ടീമിനെ തെരഞ്ഞെടുത്തതും. അതിനകത്ത് അപ്പൊ തന്നെ അനുമോൾക്ക് പണി കൊടുത്തു. ആദ്യത്തെ പണി തന്നെ ചോദിച്ചു മേടിച്ചണക്കാണ് അനുമോൾക്ക് ആ ഒരു വെസൽ ടീമിലേക്ക് അനുമോളെ ഇടുന്നത്. വെസൽ ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ടും അനുമോളെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഈ പറയുന്ന ക്യാപ്റ്റനുമായിട്ട് അടി ഉണ്ടാക്കാനാണ്. അപ്പോൾ ഈ വെസൽ ടീമിൽ എന്തുകൊണ്ട് അനുമോളെ ഇട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് മൂന്ന് പേരും കൂടെയാണ് ഇനി അങ്ങോട്ട് കിച്ചൺ ടീം. നെവിൻ, ആര്യൻ, അക്ബർ ഇവര് മൂന്നുപേരുമാണ് കിച്ചൺ ടീം. ഇവർക്ക് മൂന്നുപേർക്കും ശരിക്കും പാത്രം എടുത്ത് ചെലവാക്കി അത് മൊത്തം എടുത്ത് വെസൽ ടീം ആയിട്ടുള്ള ഷാനവാസാണ് അനുമോൾക്കൊപ്പം ഉള്ളത്. അപ്പം ഷാനവാസ് നന്നായിട്ട് ഇന്ന് കൊടുക്കുന്നുണ്ട് അനുമോൾക്ക്. അതൊന്ന് രാവിലെ തൊട്ട് ഞാൻ ശ്രദ്ധിച്ചു. ഷാനവാസ് ഭയങ്കരമായിട്ട് അനുമോളായിട്ട് അങ്ങ് ചൊറിയാണ്, ചുമ്മായിട്ട് കളിയാക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു വെച്ചാല് കഴിഞ്ഞ 2 ദിവസം അനുമോളെ നന്നായിട്ട് ലാലേട്ടൻ ഊക്കി വിട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഡയറക്ട്ലി ഒന്നും ഒട്ട് പറയുന്നുമില്ല, എന്നാൽ അനുമോളിനെ അങ്ങ് ഭയങ്കരമായിട്ട് കളിയാക്കി വിട്ടേക്കാണ്. അപ്പൊ ലാലേട്ടൻ പിടിച്ച അതേ പാത പിന്തുടർന്നുകൊണ്ട് ഷാനവാസ് അനുമോളെ നന്നായിട്ട് ഊക്കുകയാണ്. അപ്പൊ ഇന്ന് അവര് ടീമായിട്ട് തെരഞ്ഞെടുത്തപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഓരോ പ്രശ്നം വരുമ്പോഴത്തേക്കും ഇപ്പം അനുമോള് സീരിയസ് ആയിട്ട് തന്നെ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ആ ബെഡ് ഒന്ന് വൃത്തിയാക്കിയാൽ നല്ലതായിരിക്കും. കാരണം ഇന്നത്തെ ദിവസവും ആര്യന്റെ ബെഡ് ഭയങ്കര വൃത്തികേടായി കിടക്കുന്ന കണ്ടു.